കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ ആരോപണ വിധേയരായ പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് നിയമോപദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിയമോപദേശം ലഭിച്ചത്. VS അനു ഇക്കാര്യങ്ങൾ നിയമോപദേശത്തിന്റെ രീതിയിലെത്തുന്നു. ഏത് തരത്തിലാണ് നിയമോപദേശം? പിരിച്ചുവിടാനുള്ള സാധ്യതകൾ ഏതൊക്കെ വിധേയരെ? സംഗീത, കഴിഞ്ഞ ദിവസം ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തെളിവ് പുറത്തു വന്ന സാഹചര്യത്തിലാണ് വലിയ ആക്ഷേപങ്ങൾ, വലിയ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് എന്ത് നടപടിയാണ് വേണ്ടത് എന്നത് സംബന്ധിച്ചൊരു നിയമോപദേശം തേടിയിട്ടുള്ളത്. ഈ നിയമോപദേശത്തിൽ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാം എന്നൊരു നിയമോപദേശം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. അതായത് നേരത്തെ തന്നെ വലിയ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, അല്പസമയം മുമ്പ് നമ്മൾ നൽകിയ വാർത്തയിൽ ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്ന് തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ പറയുകയും ചെയ്തു, അല്ലെങ്കിൽ ശുപാർശ നൽകുകയും ചെയ്തു. കോടതി തന്നെ നേരിട്ട് കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു കേസാണ്. കർശനമായ തെളിവ് അവരുടെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കോടതി ഒരു നടപടിയെടുക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അവർ ഈ സേനയിൽ ഈ സമയം തുടരുന്നത്? സേനയ്ക്ക് ആകമാനം അപമാനമാണ്. മാത്രമല്ല, ഈ പോലീസ് സേനയുടെ ആകം ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അതുകൊണ്ടാണ് ഈ 4 പേരെയും സസ്പെൻഡ് ചെയ്യണമെന്നൊരു ശുപാർശ അദ്ദേഹം നൽകിയത്. അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടെ വരുന്നു. ഈ ഉദ്യോഗസ്ഥരെ, കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് അല്ലെങ്കിൽ പിരിച്ചുവിടാം എന്നൊരു നിയമോപദേശം കൂടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും 4 ഉദ്യോഗസ്ഥരുടെ അവർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയുക. സംഗീത, ഇക്കാര്യത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ്, കോടതിയിലോട്ട് കേസുകൾ വലിയ രീതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വകുപ്പ് തലത്തിൽ നിന്ന് ഈ നടപടി, കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അപ്പോൾ തീർച്ചയായും നിലവിൽ ഈ സംഭവം നടന്നത് 2023 ഏപ്രിലാണ്. അവിടുന്ന് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലും സ്വാഭാവികമായും അന്ന് ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ പരാതി വന്നപ്പോൾ തന്നെ CCTV പരിശോധിക്കുകയും ഈ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അന്നൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ഈ CCTV ദൃശ്യം സുജിത്ത് നിയമ പോരാട്ടത്തിലൂടെ നേടി. ഒരു നിമിഷം, ഇപ്പോൾ അനിലക്കര വീണ്ടും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിലക്കര, ഇക്കാര്യങ്ങൾ ഇപ്പോൾ ആരോപണ വിധേയരായ പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് നിയമോപദേശം ലഭിച്ചതായുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അങ്ങയുടെ പ്രതികരണം എത്തരത്തിൽ? നിങ്ങൾ കണ്ട അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമപരമായിട്ടാണ് നടപടിയെടുക്കണമെങ്കിൽ അന്ന് തന്നെ അവരെ പിരിച്ചുവിടാമായിരുന്നു. അത് പിരിച്ചുവിടാതെ രക്ഷിക്കാനെടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പോ ഈ നിയമപരമായി, അതാണ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് 2 വർഷം മുൻപായിരുന്നെങ്കിൽ ഈ സസ്പെൻഷന്റെ ഭാഗമായുള്ള അന്വേഷണം നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതല്ല സ്ഥിതി. ഇന്ന് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സർവീസിൽ തുടരണമോ എന്നൊരു കാര്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവരെ സർവീസിൽ നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊടുക്കാവുന്ന സന്ദേശം. ഇതൊരു മേലുദ്യോഗസ്ഥനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത് സ്റ്റേഷനകത്ത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പൊതു ഇടം സർക്കാരിന്റെ പൊതുമുതലാണ്. ആ പൊതുസ്ഥലത്ത് ഈ പൊതുജനത്തെ മർദ്ദിക്കുന്നതും സർക്കാർ സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നതും ഒരുപോലെയാണ്. ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പോലീസുകാരനെയാണ് മർദ്ദിച്ച് അങ്ങനെ തന്നെ പിരിച്ചുവിടും. അപ്പൊ ഇത് ഇരട്ട നീതി എന്ന രീതിയിലേക്ക് പോകാൻ കഴിയില്ല. ഇത് കൃത്യമായും ഇതിനകത്ത് നിയമം പരിശോധിക്കേണ്ടതായ യാതൊരു കാര്യമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയ നിയമമാണ് ഈ അക്രമകാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പിന്നെ പൊതുജനത്തെ വധിക്കാനുള്ള താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ പിരിച്ചുവിടണം. ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിലില്ല. അതിനെ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഇപ്പൊ സുജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. സുമോട്ടോ കേസ് തന്നെ സുപ്രീം കോടതി എടുത്തു. 11 കസ്റ്റഡി മരണങ്ങൾ രാജ്യത്ത് നടന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി സുമോട്ടോ കേസെടുത്തു. നമ്മുടെ ഈ കസ്റ്റഡി മർദ്ദനത്തിന്റെ റിപ്പോർട്ടും ആ ഫുട്ടേജും സുപ്രീം കോടതി കാണട്ടെ. ഞങ്ങൾ സുപ്രീം കോടതിയിൽ അടുത്ത ആഴ്ച തന്നെ ഈ കേസിൽ കക്ഷി ചേരും. ഇതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് പോലീസിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോം സെക്രട്ടറിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസ്തുത കേസിനകത്ത് ഞങ്ങൾ അതിനകത്ത് കക്ഷി ചേരാൻ പോവുകയാണ്. നിയമ പോരാട്ടം ഒരു വശത്ത് തുടരും. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നത് വരെ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്ക കാര്യത്തിലില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അനിലക്കര. ഈ സമയം നമ്മളോട് സംസാരിച്ചതിന്. VS അനു തുടരുന്നുണ്ട്. അനു, ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം കൂടി അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. കാരണം ഇത്തരം ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുമ്പോൾ മുൻപും പലവിധ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും മുന്നോട്ടേക്ക് എത്തിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് സുജിത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യമാണ്. അത് ഏകദേശം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നതിലുപരി ഒരു പൗരൻ അത് സാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. ഇതിൽ ഇനി അങ്ങോട്ട് 4 പേരുടെ തൊപ്പി തെറിക്കും എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് ഇതിനെ വിഴുപ്പ് ചുമക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെ
ഇപ്പോൾ അബിൻ വർക്കി കൂടി ടെലിഫോൺ ലൈനിലുണ്ട് VS അനുവിലേക്ക് അതിനുശേഷം വരാം. അബിൻ വർക്കി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമോപദേശം, അതായത് ഈ 4 പോലീസുകാരെ പിരിച്ചുവിടാമെന്നുള്ള നിയമോപദേശം എത്രത്തോളം ശ്ലാഘനീയമാണ്? ശ്ലാഘനീയമൊന്നുമല്ല. ഇത് ഏറ്റവും ആദ്യത്തെ ദിവസം എടുക്കേണ്ട പ്രൈമാഫേസി എടുക്കേണ്ട ഒരു നടപടി മാത്രമാണ്. ഇത് 2 കൊല്ലം കഴിഞ്ഞ് എല്ലാവിധ തെളിവുകളും പുറത്തു വന്ന് ഇവർക്കെതിരെ ക്രിമിനൽ കേസും എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങ് സസ്പെൻഡ് ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുത്തു എന്നൊക്കെ സർക്കാരിന് പറയാൻ അവർക്ക് നാണോ ഉളുപ്പോ ഉണ്ടെങ്കിൽ അവർക്കത് പറയാൻ സാധിക്കുമോ? കാരണം ഇത് ഏറ്റവും ആദ്യത്തെ ദിവസം പ്രൈമാഫേസി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ബോധ്യപ്പെട്ട് ഒരു കള്ളക്കേസാണ് എടുത്തത് എന്ന് ബോധ്യപ്പെടുന്ന ആദ്യത്തെ നിമിഷം തന്നെ ചെയ്യേണ്ട ഒരു നടപടിയായിരുന്നു ആ 5 ഉദ്യോഗസ്ഥർ. അതിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ സുഹൈറിന്റെ പേരിൽ കേസെടുത്തിട്ടില്ല. ഈ 5 പേർക്കെതിരെ പ്രാഥമികമായ ഒരു സസ്പെൻഷൻ നടപടി അന്ന് സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് സ്വീകരിക്കേണ്ട നടപടി ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് നിയമ നടപടികളിലേക്ക് പോവുകയും ആ നിയമ നടപടികളുടെ ഫലമായി 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ ഒഫൻസ് കോടതി നേരിട്ട ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിലൂടെ എടുക്കുകയും ഉണ്ടായത്. അപ്പോൾ ഈ ക്രിമിനൽ ഒഫൻസ് കോടതി നേരിട്ടെടുക്കാനുണ്ടായ സാഹചര്യം തന്നെ ഇതുപോലെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവുകൾ കൃത്യമായി വിവരാവകാശ കമ്മീഷനിൽ നിന്ന് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അത് കിട്ടുകയും അത് പൊതുജനങ്ങൾ കാണുകയും ചെയ്ത് പൊതുജനങ്ങളുടെ ഇടയിൽ ഇതാണ് കേരളത്തിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നടക്കുന്നത് ഇതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം ഒരു സസ്പെൻഷൻ നടപടിയിട്ട് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് സർക്കാർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റൊരു ഒരു സൊല്യൂഷൻ. ശ്രീ അബിൻ, ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ഇവരെ പിരിച്ചുവിടാം എന്നുള്ള തരത്തിലുള്ള നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് സംസ്ഥാന പോലീസ് മേധാവി നിയമോപദേശം കൊടുത്തില്ലെങ്കിലും കൊടുത്താലും ഒക്കെ തന്നെ ഇത് ഞങ്ങൾ പൂർണ്ണമായി ഇനി സമരമാർഗത്തിലൂടെയും നിയമ പോരാട്ടത്തിലൂടെ അത് ചെയ്യുക തന്നെ ചെയ്യും. ആത്യന്തികമായി ഈ 5 പേർ ഇനി സർവീസിലുണ്ടാവില്ല. അവരുടെ കാക്കി അഴിച്ചു വെച്ചിട്ടല്ലാതെ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല. അത് കൃത്യമായി നടക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അത് ചെയ്യുകയായിരിക്കും സർക്കാരിന് നല്ലത്. ഇല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസം വരുമ്പോഴും കൂടുതൽ ഈ കള്ളന്മാരെ, ഈ കൊലപാതകം ചെയ്യാൻ വരെ മടിയില്ലാത്ത ഇതുപോലെ ക്രിമിനൽ പോലീസിനെ സംരക്ഷിക്കുന്നു എന്നുള്ള പേര് സർക്കാരിന് വീണ്ടും വീണ്ടും ചാർത്തപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ കാക്കി അയച്ചു വെക്കുന്നത് വരെ, അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ ഡാമേജ് ഷൂട്ട് ഫയൽ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടത്തിന് അവസാനം കുറിക്കില്ല. ശരി അബിൻ, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. അനു, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ അബിനും അത് സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഈ നിയമ നടപടികളിലേക്കൊക്കെ പോയാൽ അത് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ തുണയ്ക്കും. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നാട്ടിലെ പൊതുസമൂഹവും അതിനെ വലിയ രീതിയിൽ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ നോക്കിക്കാണും, അല്ലേ? സംഗീത, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരു പൗരനും എന്താണ് തോന്നുക? കാരണം നമ്മൾ ഈ വലിയ നമ്മുടെ ക്രമസമാധാനം മെച്ചപ്പെട്ടതാണെന്നും വലിയ പോലീസ് സംവിധാനമാണെന്നും ഒക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ നോക്കൂ, അത് അദ്ദേഹം ഒരു സാധാരണക്കാരൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നാട്ടിലെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്. ഈ ഭരണവും അല്ലെങ്കിൽ പ്രതിപക്ഷവും എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു ബഹുമാനവും ഒരു സ്വീകാര്യതയുമുണ്ട്. അത് പോലീസ് സ്റ്റേഷനുകളിലും അവർക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകരെ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ മർദ്ദിക്കുകയാണ്. ഇത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരിക എന്ന് പറയുമ്പോൾ സുജിത്തിനെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ഇങ്ങനെ ആ ഒരു വിവരാവകാശ പോരാട്ടം നടത്തി ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല ഇന്ന് ഇരുന്നെങ്കിൽ നോക്കൂ, ഞാനായിരുന്നാലും ഇപ്പോൾ സംഗീതയായിരുന്നാലും ഒരു സാധാരണ മർദ്ദിച്ചു എന്ന ആരോപണം എന്തൊരു വാർത്ത കൊടുത്തു പോകുമായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായ ദൃശ്യങ്ങൾ വന്നു. അത് സുജിത്തിൻ്റെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ്. ആ ദൃശ്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെയല്ല പോലീസ് ആകേണ്ടത് എന്നുള്ള തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പും സർക്കാരും കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സംഗീത, തീർച്ചയായും അനു, അതുമാത്രമല്ല പൊതുസമൂഹത്തെ ഇത് ബോധവൽക്കരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഇങ്ങനെയും നിയമപരമായി മുന്നോട്ടേക്ക് പോകാം, അതിൽ വിജയസാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ VS അനുവാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.